ഹലോ, നമസ്കാരം. ഞാൻ ഇന്നൊരു എൻ്റെ വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷൻ കാണിക്കാമോ നിങ്ങളെ. അത് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഓർത്തു നിങ്ങളെയും കൂടെ കാണിച്ചേക്കാമെന്ന്. എന്നെ കണ്ടിട്ട് ആരും ഞെട്ടരുത്. ഞാൻ വിചാരിച്ചേ കുറച്ച് നെയിൽ പോളിഷ് മാറാം, കുറച്ചല്ല നെയിൽ പോളിഷ് ഒന്ന് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചേ, ജോലിക്കിടെ നെയിൽ പോളിഷ് ഇടാവോ ചേച്ചി എന്നൊക്കെ. അതിനൊക്കെ ഉള്ള ഉത്തരം ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യെ കിടന്നൊരു ഗ്രീൻ കളറായിരുന്നേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നത് ഈ ഒരു കളർ, ഒരു ഡാർക്ക് ഗ്രീൻ എന്ന് പറയും. നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷയെ പറഞ്ഞ ചാണകപ്പച്ച അല്ലേ, അതാണ് നാടൻ ഭാഷ. അതിൻ്റെ അല്ലാതെ ഇവന്മാർ പറഞ്ഞേക്കുന്ന കളർ ഏതാ, ഈ നെയിലിക്കോറിൻ്റെ എന്തോ ഇനാമൽ ഗ്രീനോ അങ്ങനെ എന്തോ, എൻ്റെ വാട്ടെവർ ഇറ്റ് ഈസ്. അതിനൊന്നും പ്രസക്തിയില്ല. ഓരോ പ്രാവശ്യം പോകുമ്പം ഓരോ നെയിൽ പോളിഷിൻ്റെ കളർ കാണുന്നു, നമ്മൾ ഇടുന്നു, വാങ്ങിക്കുന്നു, ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഏത് കളറാണ് ഇടുന്നേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്രീൻ ഭയങ്കര ഒരു ഭ്രാന്താട്ടോ. കുറേ ഗ്രീൻ ഉണ്ട്, നല്ല ഗ്രീനൊക്കെ എന്ത് ചെയ്യുക കേട്ടോ. ഇത് ഗ്രീൻ ഉർവശി ഏതോ സിനിമയൊക്കെ തപ്പുന്ന ഈ ഒരു ഗ്രീൻ ഇഷ്ടം പോലെ. കാണിക്കട്ടെ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ. ഇതാണ് എൻ്റെ നെയിൽ പോളിഷ് റിമൂവറെ. ഞാൻ സാലി ഹാൻസിൻ്റെ നെയിൽ പോളിഷ് റിമൂവറായിരുന്നു സാധാരണ തേക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം നോക്കിയപ്പോൾ അതിന് ഭയങ്കര റേറ്റ്. അപ്പം ഞാൻ റിമ്മൽ ലണ്ടൻ്റെ ആക്കി നെയിൽ പോളിഷ് റിമൂവർ. ഇടട്ടെ, ഇത്രയൊക്കെ ഉള്ളു എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ കേട്ടോ. കാണാമോ നിങ്ങൾക്ക്? ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ. ഇതൊന്നും അല്ലായിരുന്നു, ഇതിനേക്കാളും കൂടുതലുണ്ട്. കുറേയൊക്കെ ഞാൻ നാട്ടിൽ പോകുമ്പം ഇത് കാണുമ്പോൾ അവൾ എനിക്ക് മെസ്സേജ് ഇടും, എപ്പോഴാണെങ്കിൽ എനിക്ക് നെയിൽ പോളിഷ് എന്നായിരുന്നു. ഞാൻ നാട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കും, എൻ്റെ സിസ്റ്ററിന് കൊടുക്കും. എൻ്റെ സിസ്റ്ററിനൊക്കെ ഇപ്പോൾ കുറേ നാളായി കൊടുത്തിട്ട് സിസ്റ്ററിനൊക്കെ കൊടുക്കുമായിരുന്നു എൻ്റെ കളക്ഷൻസിൽ നിന്ന്. ഞാൻ ആർക്കും കൊടുക്കില്ല. ഇതൊക്കെയാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ. ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാം. എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ പറഞ്ഞില്ലേ, ഗ്രീൻ എനിക്കൊരു ഭ്രാന്ത്. എന്തോ ഒരു ഗ്രീൻ കളർ ഉണ്ടെന്ന് എനിക്ക്, തത്തപ്പച്ച, ആ പച്ച, ഈ പച്ച, അങ്ങനത്തെ പച്ച, ഗ്രീൻ തന്നെ കുറേ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം ഗ്രീൻ കളറാണ്. ഓക്കെ, ഇനിയുണ്ട് വേണം എടുക്കാൻ ഗ്രീനിൻ്റെ വെറൈറ്റി കളേഴ്സ്. ഇത് കാണുമ്പോൾ മമ്മി എന്നോട് പറയും, നീ നെയിൽ പോളിഷ് ഉണ്ടാകുന്ന കാശുണ്ടാകുന്ന 2 ഏക്കർ സ്ഥലം വാങ്ങിക്കാം. 2 ഏക്കർ സ്ഥലം വാങ്ങിച്ച് നെയിൽ പോളിഷ് ആയിട്ട് ഇടാൻ പറ്റുമോ, കയ്യിലിടാൻ പറ്റുമോ, കാലിടാൻ പറ്റുമോ? എനിക്ക് മമ്മിയോട് ചോദിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ നെയിൽ പോളിഷിന് സത്യം പറഞ്ഞാൽ അത് ഒരിടയ്ക്ക് എനിക്ക് അതായിരുന്നു ഭ്രാന്ത്, നെയിൽ പോളിഷ്. ഇപ്പം ഞാൻ പക്ഷേ സലൂണിൽ പോയിരുന്നു കേട്ടോ, അത് വേറൊരു ഭ്രാന്ത്. ഓരോ സമയം ഓരോരോ ഭ്രാന്ത്. ഇച്ചിരി വിസ്തരിച്ച് കാണിച്ചേക്കാവേ എൻ്റെ കളേഴ്സൊക്കെ, എൻ്റെ കയ്യിലിരിക്കുന്ന കളക്ഷൻസൊക്കെ. ഇത് കണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഭ്രാന്തുകൾ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ആ കളറുകൾ. ചില കളറൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഒരുപോലെ ഇരിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ന്യൂഡ് കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ ന്യൂഡ് കളർ നമ്മുടെ കയ്യിലൊക്കെ ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗി. ന്യൂഡ് കളർ ഇടുമ്പോഴല്ലേ. ബ്രൈറ്റ് കളറിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ന്യൂഡ് കളർ കുറേ ഏറെ വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ പോലത്തെ എന്താ പറയുന്നത് നെയിൽ പോളിഷ് കളക്ഷൻസ് ഭ്രാന്തുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നും. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ. ഈ ശേഖരം വിപുലമാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓരോരുത്തർക്കും ഓരോ ഹോബി ഉണ്ടല്ലോ. സ്റ്റാമ്പ് കളക്ഷൻ, അല്ലെ എന്തൊക്കെ കളക്ഷൻസ് ഉള്ളേ, ഡോളേഴ്സ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാലേ, അത്രയൊന്നും എനിക്കില്ല. നെയിൽ പോളിഷ് കളക്ഷൻ ഒരിടയ്ക്കത്തെ എൻ്റെ ഭ്രാന്തായിരുന്നു ഇത്. ഇതിനേക്കാളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് ഇതെൻ്റെ മെയിനായിട്ടെല്ലാം തന്നെ ഓൺലി OPI ഏതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഏത് കളർ ഇന്ന് ഞാൻ ഇടും, അടുത്ത ദിവസം എനിക്ക് ജോലിയുണ്ട്. അപ്പം അത്രയും വലിയ ബ്രൈറ്റ് കളർ ഇട്ടുകൊണ്ട് പോയാൽ ഈ ശേഖരം വിപുലമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജസ്റ്റിമോൻ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റിമോൻ മനസ്സ് വെക്കണം. ഇത് കാണുമ്പോൾ ജസ്റ്റിക്ക് മിക്കവാറും കടയെ കറച്ച് വരും. എൻ്റെ മമ്മി ഇത് കാണുമ്പോഴേ, ഈ വീഡിയോ കാണുമ്പോഴേ എന്നെ വിളിച്ച് തെറി പറയും. മമ്മി പറയും, ഇത്രയും കാശ് വേണം എൻ്റെ 2 ഏക്കർ വാങ്ങിക്കാറുണ്ടെന്ന് മമ്മിയും പറയും. ഒരെണ്ണത്തിനൊരു 50-55 ആ ലെവലിൽ വരും കേട്ടോ. 55 ദിർഹംസ് അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്കും എൻ്റെ പോലത്തെ വെറൈറ്റി സ്റ്റാമ്പ് ശേഖരണങ്ങൾ അല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ
അറിയിക്കണം കേട്ടോ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ ഇപ്പം ഇന്ന് ഞാൻ ഏതിടും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. പറ, നമ്മൾ ഏത് കളർ ഇടും? പത്തള പിത്തള തവളാച്ചി മറിയം വന്ന് വിളക്കൂതി ഭൂം ഭൂം ഭൂം. മഞ്ഞ കളർ ഇട്ടാലോ? പച്ച ഇട്ടാലോ? ഏതിടുന്നേ? ഈ കളർ ഇടാം. ഇത് നീല കളർ. ഏത് കളർ ഇടും? ഐ എം കൺഫ്യൂസ്ഡ്. ഈ കളർ ഇടാം. ഇതേതാണ്? ഡോളിയുടെ. അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന കളറാണ് ഈ കളർ. അത് വേറെ വല്ലതും നോക്കണോ? എൻ്റെ ഈ കളക്ഷൻസ്, ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അടിയിൽ ഇതെൻ്റെ അഹങ്കാരമാണെന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ഇട്ട് എന്നെ വിഷമിപ്പിച്ചേക്കരുത്. ഇതൊക്കെ എൻ്റെ ആക്രാന്തമാണ്. അഹങ്കാരമല്ല. പക്ഷെ ഇപ്പം ഞാൻ വാങ്ങിക്കുന്നൊന്നുമില്ല കേട്ടോ. ഒരിടയ്ക്കായിരുന്നു എനിക്ക് ഭ്രാന്ത്. പിന്നെ ഞാൻ തന്നെ ഓർത്തു, ഞാൻ ഈ നെയിൽ പോളിഷ് ഇടാൻ സലൂണിലാണ് പോകുന്നത് ഇപ്പം. പിന്നെ എന്തിനേ വെറുതെ വാങ്ങിച്ച് കാശ് കളയുന്നത്. പക്ഷെ ചില കളറൊക്കെ കാണുമ്പോഴല്ലോ നമുക്ക് ഭ്രാന്ത് പിടിക്കില്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇതൊന്നും ഞാൻ ഒറിജിനൽ പ്രൈസിന് വാങ്ങിച്ചില്ല. എപ്പോൾ പ്രൊമോഷൻസ് വന്നാലും അപ്പം ഞാനത് കാണുമ്പോൾ വാങ്ങിക്കും. മെയിനായിട്ട് ഈ സാലി ഹൻസൺ അല്ലേ, ഈ OPI ഒക്കെ ഇവിടെ എന്നാ ഒരു ഷോപ്പുണ്ടല്ലോ, ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് കിട്ടുന്നൊരു ഷോപ്പുണ്ട്. നാസോ അങ്ങനെ എന്തോ മേക്കപ്പ് എന്താ പറയുന്നത്, ബ്യൂട്ടി പ്രോഡക്ട്സ് കിട്ടുന്നൊരു ഷോപ്പ് അബുദാബിയില്ല, UAE മൊത്തം ഉണ്ട്. അവിടെ സെയിൽ വരും. അവിടെ സെയിൽ വരുമ്പോൾ ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ നെയിൽ പോളിഷൊക്കെ ഞാൻ പറയട്ടെ, ഇതൊക്കെ 55-60 ദിറംസിൻ്റെ സാധനം 10-25 ദിറംസിനൊക്കെ കിട്ടും. 25 വന്നാലും 30, 20 ആ ലെവൽ, 25 ആ ലെവൽ വരും. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന കേട്ടോ. ഇതൊന്നും ഒറിജിനൽ വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എന്നാലും ഇപ്പം കാണുമ്പോൾ ചെറിയൊരു നെഞ്ചിന് വേനൊക്കെ എനിക്ക് ഉണ്ടെങ്കിലും എന്താ അല്ലേ, ഇതിനേക്കാളും ഓരോരുത്തർക്ക് ഓരോ ഭ്രാന്തുകൾ. പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ നെയിൽ പോളിഷ് എന്നല്ലേ, ക്യൂട്ടക്സ് അത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഏതാ ലാക്മേയുടെ ഒക്കെ ആയിരുന്നു. കുഞ്ഞി ലാക്മേയുടെ സാധനങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ലാക്മേയുടെ നെയിൽ പോളിഷ് റിമൂവറൊക്കെ. അത് ഇപ്പം ഇച്ചിരി വിജിലംബിച്ച് ഈ ഒരു ബ്രാൻഡിലേക്ക് വന്നു. ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡ്. ഇങ്ങനെ എന്നെ പോലെ നെയിൽ പോളിഷ് കളക്ഷൻസ്, നെയിൽ പോളിഷ് ബ്രാൻഡ് ഉള്ളവരുണ്ടോ പണം കേട്ടോ. ചിലരുണ്ടല്ലോ നെയിൽ പോളിഷ് ബ്രാൻഡ് ഉള്ളവർ. അങ്ങനത്തെ ഒരു ബ്രാന്തിയാണ് ഞാൻ. എനിക്ക് പല ബ്രാൻഡുകളിൽ ഒരു ബ്രാൻഡാണ് ഈ നെയിൽ പോളിഷ് ബ്രാൻഡ്. അപ്പോൾ ഇത് ഇട്ടേച്ചും വരട്ടെ, ഇട്ടിട്ടും വരാം. ഈ ഓൺലി മെയ്ഡ് ഇൻ USA ആണ്, OPI മെയ്ഡ് ഇൻ USA ആണ്. സാലി ഹൻസൺ എവിടുത്തെയാണെന്ന് എനിക്കറിയില്ല. ഓൺലി സാലി ഹൻസൺ നോക്കട്ടെ ഏത് കൺട്രി. അത് ഈ മെയ്ഡ് ഇൻ USA ആയിരിക്കും. ഇതൊക്കെ അമേരിക്ക. അയ്യോ വന്ന് കണ്ണും പോയി. കാണത്തില്ലോട്ടോ, സത്യം എൻ്റെ കണ്ണടിച്ചു പോയെന്ന് തോന്നുന്നു. കുഞ്ഞക്ഷരമാണ്. സാലി ഹൻസൺ എവിടാണ്? സാലി ഹൻസൺ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ലേ എൻ്റെ ഒരു പിരി എവിടെയോ വെട്ടിക്കിടക്കുവാന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഓരോരുത്തർക്ക് ഓരോ ഭ്രാന്തല്ലേ. അതിൽ എൻ്റെ ഒരു ഭ്രാന്താണ് ഈ കാണുന്നത്. നെയിൽ പോളിഷ് ഇടുക, 2 ദിവസം കഴിയുമ്പോൾ തൂത്ത് കളയുക, പിന്നെ അടുത്തത് ഇടുക, പിന്നെയും തൂത്ത് കളയുക. ഇതൊക്കെ തന്നെ. നമുക്കല്ലെങ്കിലും നമ്മുടെ സന്തോഷങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്തണ്ടേ. അങ്ങനെ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കാനുള്ള 10 ടിപ്സ്. അതിലൊരു ടിപ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ശരി, എന്നാൽ പോയച്ചും വരാം.